സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ തുടങ്ങി അപർണയും ഗോപനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം എപ്പോഴും തമ്മിൽ വഴക്കായിരുന്നു. എൻ്റെ മകൾ ദുർവാശിക്കാരി മാത്രമല്ല, വല്ലാത്ത ഒരു തന്നിഷ്ടക്കാരി കൂടിയായിരുന്നു. ഗോപനെപ്പോലെ ഒരു ഭർത്താവിനെ അവൾക്ക് ഈ ജന്മത്ത് കിട്ടില്ല. എന്നിട്ടും അവനെ അവൾ വല്ലാതെ വേദനിപ്പിച്ചു. എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി അവൻ. പക്ഷേ എന്തിനുമില്ലേ ഒരു പരിധി. ഒടുവിൽ എനിക്ക് തന്നെ അവനോട് പറയേണ്ടി വന്നു, എൻ്റെ മകളിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെട്ടോളാൻ. സ്വന്തം മകളെ ഉപേക്ഷിക്കാൻ അവളുടെ ഭർത്താവിനോട് പറയേണ്ട ഗതികേട് ലോകത്തൊരച്ഛനും ഉണ്ടാവില്ല. അന്നിറങ്ങി അവൻ, പിന്നെ കണ്ടിട്ടേയില്ലവനെ. അപർണ ഇപ്പോ ദയവ് ചെയ്ത് അവളെക്കുറിച്ച് എന്നോട് ഇനി ചോദിക്കരുത്. ക്ഷമിക്കണം, വേദനിപ്പിക്കണമെന്ന് കരുതി ചോദിച്ചതല്ല. നിങ്ങളുടെ മകൾക്ക് അവനെ വേണ്ടായിരുന്നു. പക്ഷേ എന്റെ മകൾ പ്രാണനെ പോലെയാ അവനെ സ്നേഹിച്ചിരുന്നത്.
നിങ്ങളുടെ മകൾ തെറ്റുകാരിയായെന്ന് എന്റെ മകൾ എന്ത് പഴച്ചു? അവൻ എത്രയൊക്കെ നല്ലവനാണെന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. ഇന്ദുവിനെ ചതിക്കല്ലേ അവൻ ചെയ്തത്. ഇങ്ങനെ ഒരു ബന്ധമുള്ളത് നേരത്തെ അവൻ എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? ദുഷ്ടനാ, എന്റെ മകളെ ചതിച്ച ദുഷ്ടൻ. അമ്മേ, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടെന്താ? എല്ലാം അനുഭവിക്കാം. വാ, നമുക്കിറങ്ങാം. എന്റെ മോളെ ഈ ഒരു രൂപത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ അവൻ. എന്റെ കണ്ണീരിന്റെ ശാപം അവൻ അനുഭവിക്കാതിരിക്കില്ല. മോള് നോക്കിക്കോ, ഈ ജന്മം അവൻ ഗുണം പിടിക്കില്ല. ദൈവം അത്ര കണ്ണുപൊട്ടനൊന്നല്ല അമ്മായി. കൊടുക്കും അയാൾക്ക് അതിനുള്ള ശിക്ഷ. പാവൻ രാമൻകുട്ടി, അവളുടെ അച്ഛനെ ഇന്ന് വരെ അവള് കണ്ടിട്ടില്ല. വയസ്സിപ്പോ 6 അവൻ ചത്തു എന്നറിഞ്ഞിരുന്നെങ്കിലേ അതെങ്കിലും പറഞ്ഞ് ആ കുഞ്ഞിനെ സമാധാനപ്പെടുത്തായിരുന്നു. ഇതിപ്പോ എവിടെയാന്ന് വെച്ചാ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ലെന്ന് വെച്ചാ ഇപ്പൊ എന്താ ചെയ്യാ? എവിടെ പോയി ഒളിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ കാണും അയാളെ, ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വച്ച്. അന്നേരം ചോദിക്കണം അമ്മായി ഇതിനെല്ലാം. എണ്ണി എണ്ണി ഓരോ കണക്കുകളും ചോദിക്കണം. വിടരുത് അയാളെ. അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല ഇവരെ. അച്ഛാ, നാളെയല്ലേ ചെക്കപ്പ് ചെയ്യേണ്ടത്? നീ ഒന്നും ഉണ്ടായിരുന്നേ. കാശില്ലാത്തപ്പോഴാ ചെക്കപ്പ്. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അതാ കണ്ടില്ലേ? അത് അച്ഛനല്ല തീരുമാനിക്കേണ്ടേ. എന്റെ മോളെ, വെറുതെ നീ ഇപ്പൊ ആവശ്യമില്ലാത്തിനൊന്നും മെനക്കെടണ്ട. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ? അച്ഛൻ മിണ്ടാതിരിക്കുന്നുണ്ടോ? നാളെ കാലത്ത് എന്തായാലും ഡോക്ടറെ പോയി കണ്ടേ പറ്റൂ. അന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ചെക്കപ്പ് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന്. അതിന് ഇവിടെ നിന്ന് ഇപ്പൊ ആശുപത്രിയിലേക്ക് പോവാന്ന് പറഞ്ഞാ ഒരുപാട് ദൂരമല്ലേ? എത്ര ദൂരത്തായാലും നാളെ ഡോക്ടറെ പോയി കണ്ടേ പറ്റൂ. എനിക്കേ എന്റെ അച്ഛനാ വലുത്. നിന്നെ കൊണ്ട് തോറ്റു ഞാൻ. തോറ്റല്ലോ. അപ്പോ നാളെ വെളുപ്പിന് ചെക്കപ്പിന് റെഡി ആയിരിക്കണം. ഈശ്വരാ, ആ ഇറങ്ങാറായില്ലേ? ഇപ്പൊ പോയാലേ സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് എത്താൻ പറ്റൂ. ആ, ഡോക്ടറിന്റെ അടുത്ത് എല്ലാ വിവരവും ചോദിക്കണം. മരുന്ന് എപ്പ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം, ആഹാരം എന്ത് കഴിക്കണം, എല്ലാം ചോദിക്കണം. ഒപ്പോള് പേടിക്കാതിരിക്കേ. പറഞ്ഞു പറഞ്ഞ് എന്നെ രോഗിയാക്കുക. ഒരു കുഴപ്പമില്ലപ്പോളെ വെറുതെ ഒരു ചെക്കപ്പ്, അത്രേ ഉള്ളൂ. അത് ഇവളുടെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ പോവോ? ഇത്രയും പൈസയും ചെലവാക്കി ഇത്രയും ദൂരം. ഇപ്പൊ പൈസ അല്ല വലുത്, നിന്റെ ആരോഗ്യമാണ്. ഇനി ഈ ആയുസ് മുഴുവനും ഓപ്പോളോടുണ്ടാവണം. എന്റെ കണ്ണടഞ്ഞ നീ വേണ്ടേ ഈ പിള്ളേരെയൊക്കെ നോക്കാൻ? മോളെ, ഇവൻ പറയാൻ മടിച്ചാലും മോളെ എല്ലാം വിവരമായിട്ട് ചോദിക്കണം കേട്ടോ. ശരി അമ്മായി, ഞങ്ങൾ പോയിട്ട് വരാം. ശരി, ഇറങ്ങട്ടെ പിള്ളേ. ആ പതുക്കെ പോയാൽ മതി കേട്ടോ. ഓ,
പതുക്കെ കയറി കേട്ടോ. ആ സൂക്ഷിച്ചു പോണം. ദേ പതുക്കെ പോയാ മതി. സുഖമല്ലാത്ത ആളാ, ഹാർട്ടാ. കുണ്ടിലും കുഴിയിലൊന്നും ഇടരുത്. ശരി ചേച്ചി. ആ സൂക്ഷിച്ചു പോണേ. ആ. എന്റെ വിഘ്നേശ്വര, എന്റെ ഗോവിന്ദന് ഒരു അസുഖവും വരുത്തരുതേ ഈശ്വര. കടയിൽ പോണ്ടേ? വേഗം കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കണം. അവര് വരുമ്പോ ചൂടായിട്ട് എന്തെങ്കിലും. കുഞ്ഞുലക്ഷ്മി ഒന്ന് കണ്ടേച്ചു പോയാലോ? സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. കുഞ്ഞുലക്ഷ്മി, ആഹാ ചേച്ചി വാ, ചേച്ചി ഇരിക്കേ. ഞാൻ ഇങ്ങോട്ടിരുന്നോളാം. ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് കാണാറില്ലല്ലോ ഈ വഴിക്കൊന്നും. അത് ഇവിടുന്ന് ആവാലോ അങ്ങോട്ടുള്ള വരവ്. ഹരിയുടെ കാര്യം അറിയാലോ, കാലത്തിറങ്ങിയാ പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അവന്റെ വരവ്. പിന്നെ എനിക്കൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇതൊക്കെ അടച്ചു പൂട്ടിട്ട് ഇറങ്ങണ്ടേ. അതുകൊണ്ടാ ചേച്ചി എങ്ങോട്ടും ഇറങ്ങാത്തത്. ഇതിലേ വരുമ്പോ ഞാനും വിചാരിക്കും ഇവിടെ ഒന്ന് കേറണമെന്ന്. പക്ഷേ അപ്പോഴൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങള്. ഇപ്പൊ എന്തായാലും കുറെ സ്വസ്ഥതയും സമാധാനവും ആയില്ലേ. ഹരി പറഞ്ഞു ചേച്ചിയുടെ ആങ്ങളെ മോളും വന്നിട്ടുണ്ടെന്ന്. ആ അവര് വന്നത് സത്യത്തിൽ എനിക്കൊരു വലിയ ആശ്വാസം തന്നെയാ. എന്തിനും ഏതിനും എനിക്കൊരാളുണ്ടെന്ന് തോന്നല്. പക്ഷേ അതിന് എത്ര കാലത്തേക്കാ? അതെന്താ? അവരുടെ സ്ഥിതി തന്നെ വലിയ കഷ്ടത്തിലാ. എല്ലാം അവസാനിപ്പിച്ചിട്ടാ ഗോവിന്ദനും വേണിയും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നത്. പോരാത്തതിന് ഗോവിന്ദനിപ്പോ ഹാർട്ടിന്റെ അസുഖവും. മകളെയും കൂട്ടി പോയിരിക്കുക അവൻ ഡോക്ടറെ കാണാൻ. അവന്റെ കാര്യം ഓർക്കുമ്പം വല്ലാത്ത ദണ്ണോ ആ മനസ്സിന്. എന്റെ ആകെയുള്ള ഒരു കൂടപ്പിറപ്പാ. അവനെ കൂട്ടിന് കിട്ടിയപ്പോ ഞാൻ ഏറെ ആശ്വസിച്ചു. പക്ഷേ ഇപ്പോ അവന്റെ കാര്യം ഓർക്കുമ്പോ എന്തോ വല്ലാത്തൊരു പേടി. ഏയ് ഒന്നും ഉണ്ടാവില്ല, ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. അല്ല, ഗോവിന്ദ മാഷ്ടർ മോള് ആള് വലിയ മിടിക്കുകയാണെന്ന് ഹരി പറഞ്ഞു. അനന്തനെ ശരിക്കും മുട്ടുകുത്തിച്ചു അല്ലേ? നല്ല തണ്ടേടിയ വേണി, അതുപോലെ തന്നെ തങ്കപ്പെട്ട മനസ്സ്. എന്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ കണ്ടിട്ട് പാവം അതിന്റെ കുറെ സ്വർണം വിറ്റിട്ടാ എന്നെ സഹായിച്ചത്. കടങ്ങളൊക്കെ വീട്ടി ഒന്ന് ആശ്വസിക്കാന്ന് വിചാരിച്ചപ്പോഴാ ആ പരമദ്രോഹി അനന്തൻ. ചേച്ചി സങ്കടപ്പെടണ്ട, അതിനൊക്കെയുള്ള കൂലി ദൈവം കൊടുത്തോളൂ ആ ദുഷ്ടന്. എന്തായാലും ഇനി വരില്ല അവന് ഉപദ്രവിക്കാൻ. വേണിമോൾ ആരാണെന്ന് ശരിക്കും അവന് മനസ്സിലായില്ലേ? ഇനിയിപ്പോ ആ കുട്ടിയെ അവൻ എന്തെങ്കിലും ചെയ്താലോ എന്നാണിപ്പോ എന്റെ പേടി. ഏയ് ആനെങ്കില ഇനി അവൻ ചെറ്റേല് തട്ടി പേടിപ്പിച്ച ശീലേ ഉള്ളൂ അവന്. തന്റെ ഉള്ളവരുടെ അടുത്തേ അടുക്കത്തില്ല അവൻ. പിന്നെ ഹരിയൊക്കെ ഇല്ലേ ഇവിടെ? ആ ഹരിയോടെ പോയി. ഇവിടെ ഇരിക്കാൻ അവന് നേരമില്ലല്ലോ. ക്ലാസ് എടുക്കല് കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ള സമയം നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കലല്ലേ. അയ്യോ അങ്ങനെ പറയരുത്. നല്ലവനാ അവൻ, തങ്കപ്പെട്ട മനസ്സ്. എല്ലാവർക്കും വലിയ ഇഷ്ടം അവനെ. ഞങ്ങൾക്കൊക്കെ എന്ത് സഹായമാണെന്നറിയാമോ അവൻ. പക്ഷേ ആ സഹായമൊക്കെ എല്ലാരും മറക്കുകയല്ലേ. എന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇന്ദുന്ന് വെച്ചാ ജീവനായിരുന്നു എന്റെ മോന്. പക്ഷേ അന്നതിന് നിങ്ങൾ ആരും തയ്യാറായില്ലല്ലോ. ഇപ്പോ അവളുടെ സ്ഥിതി ആലോചിക്കുമ്പോ വിഷമം തോന്നുന്നു എനിക്ക്. എന്റെ മോനായിരുന്നെങ്കിൽ അവളിപ്പോ ഒരു രാജകുമാരിയെ പോലെ ഇവിടെ കഴിഞ്ഞേന്. തലയിലെഴുത്ത് മാച്ചാ മായു. അന്ന് ഹരീന്ദ്രനും ഒന്നും തുറന്നു പറഞ്ഞില്ല. ഒക്കെ യോഗം പോലെ വരൂ കുഞ്ഞുലക്ഷ്മി. ആ ഇനിയിപ്പൊ അതൊക്കെ ഓർത്തിട്ട് എന്താ കാര്യം? ഒക്കെ ഓരോരോ ദൈവനിശ്ചയം.
എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. കടയിൽ നിന്ന് ഇത്തിരി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അയ്യോ, വന്നിട്ടൊരു ചായ പോലും കുടിച്ചില്ലല്ലോ. വർത്തമാനത്തിനിടയ്ക്ക് ഞാനതൊന്നും മറന്നു. ഏയ് ഒന്നും വേണ്ട, നിന്നെ ഒന്ന് കണ്ടല്ലോ, അത് തന്നെ സന്തോഷം. ഞാൻ ഇറങ്ങട്ടെ. ദാമോര, ദാമോര, കുറച്ച് സാധനങ്ങൾ വേണം. അതിനെന്താ തരാലോ, അതിനല്ലേ ഞാൻ കച്ചവടത്തിനിരിക്കണത്. അതിന് പക്ഷെ റൊക്കം കാശ് വേണം. പൈസ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. നിങ്ങൾ ഈ വയസ്സുകാലത്ത് എങ്ങനെയും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാലേ എവിടുന്ന് ഉണ്ടാക്കാനാ? മാസം കുറെ ആയില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ കട നടത്തുന്നതേ നാട്ടുകാരെ നന്നാക്കാനല്ല, എനിക്കും എന്റെ കുട്ടികൾക്കും കഞ്ഞി കുടിക്കാനാ. തരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എവിടുന്നെങ്കിലും കുറച്ച് പൈസ കിട്ടിയാ ആദ്യം വീട്ടുന്നത് ദാമോദരന്റെ കടമായിരിക്കും. ആ എന്നാ അത് ആദ്യം വിടട്ടെ, എന്നിട്ടാവാം ഇനി കടം തരണമെന്ന് ആലോചിക്കുന്നത്. എന്തായാലും ഇപ്പൊ ഞാൻ വന്നതല്ലേ, ദയവ് ചെയ്ത് എന്നെ മടക്കി വിടരുത്. 1 മണി അരിയില്ല വീട്ടില് വെക്കാൻ. നിങ്ങളുടെ പട്ടിണി തീർക്കാന്നേ എനിക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. ഇല്ലെങ്കിൽ വെക്കണ്ട, അത്ര തന്നെ. കണ്ണീ ചോരയില്ലാതെ വർത്തമാനം പറയരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കടം തീർത്താ തീരാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇനി കടം തരില്ല. ദാമോരേട്ടാ, അവർക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ കൊടുത്തേക്ക്, പൈസ ഞാൻ തരാം. ശരി മാഷി. അമ്മ ഒന്നും വിഷമിക്കണ്ട, വേണ്ട എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ, പൈസ ഞാൻ കൊടുത്തോളാം. ഒരുപാടായി മാഷ് എന്നെ സഹായിക്കുന്നു. ഈ ജന്മം തീരാത്ത കടപ്പാടാ എനിക്ക് മാസ്റ്ററോടുള്ളത്. ഹേയ്, ഇതിൽ കടപ്പാടിൻ്റെ കാര്യമൊന്നുമില്ല. എൻ്റെ അമ്മയെപ്പോലെ തന്നെയാ ഞാൻ ശ്രീദേവി അമ്മയും കാണുന്നത്. ആ ദാമോരേട്ടാ, പൈസ എത്രയാന്ന് വെച്ചാൽ വൈകിട്ട് ഞാൻ വരുമ്പോൾ തരാം. ഓ പിന്നെ താൻ ഒരു കാര്യം മനസ്സിലാക്കണം, 4 കാശിന് ഗതിയില്ലാത്ത കാലത്ത് തന്നെ ഒരുപാട് സഹായിച്ച ആളാ കേശവേട്ടൻ. ആ കേശവേട്ടൻ്റെ ഭാര്യയെ തനിക്ക് മറക്കാൻ പറ്റൂ? താനതൊക്കെ മറന്നാലും ഞങ്ങളാരും അത് മറക്കില്ല. എന്നാ ഞാൻ നടക്കട്ടെ അമ്മേ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ഇക്കൊല്ലം ശിവപുരത്തെ ഉത്സവത്തിന് എന്തായാലും ഗോപേട്ടൻ വരാതിരിക്കില്ല. വരുമ്പോ കൈ നിറയെ കാശുമായിട്ടായിരിക്കും വരിക. ഉവ്വ, കാത്തിരുന്നോ, ഇപ്പൊ വരും. അമ്മൂന് വയസ്സിപ്പോ 6 നല്ലവനായിരുന്നെങ്കിലേ അന്നിങ്ങനെ ഉപേക്ഷിച്ച് പോവായിരുന്നോ? ഗോപേട്ടൻ വന്നിട്ട് വേണം അമ്മൂന് കാതിൽക്കിടാൻ ചെറിയ ജിമിക്ക് വാങ്ങിക്കാൻ. പിന്നെ എനിക്ക് കഴുത്തിലേക്കിടാൻ നല്ലൊരു നാഗപ്പടത്താലി വേണം. നിനക്കെന്താ വേണ്ടേ? ഒരു പാലക്കാ മോതിരായാലോ? നിനക്കതാ നന്നാവാ. എനിക്കൊന്നും വേണ്ട ചേച്ചി. ചേച്ചിയുടെ ദണ്ണൊന്ന് മാറി കണ്ടാ മതി. അതിനി അമ്മ നടത്താത്ത പ്രാർത്ഥനയും വഴിപാടുകളും ഒന്നുമില്ല. എന്തിനാ ഈശ്വരന്മാരിങ്ങനെ പരീക്ഷിക്കണേ? ആഹാ, പെണ്ണങ്ങ് വളർന്ന് വലുതായി പോയല്ലോ. ചേച്ചി ഇപ്പഴാ ശ്രദ്ധിക്കണേ. ഇനി ഗോപേട്ടൻ വന്നാ പറയണം പെണ്ണിന് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ. ഒരു 10-25 പവൻ നിനക്ക് ചേച്ചിയുടെ വകയുണ്ട്. പിന്നെ കല്യാണത്തിന് വരുമല്ലോ നല്ലൊരു ചെലവ്. എല്ലാം കൂടി ഗോപേട്ടന് താങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നല്ല നിലയിൽ തന്നെ എന്റെ മോളെ ചേച്ചി പറഞ്ഞേക്കും. താലി കെട്ടില്ലേ ഗുരുവായൂരാ, അത് ചേച്ചി നേർന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇവിടെ വെച്ച്. ഈ മുറ്റം നിറയെ വലിയൊരു പന്തലിടണം. ചുരുങ്ങിയത് 10-800 ആളെങ്കിലും ഉണ്ടാവും. അതിനു പുറമെ നമ്മുടെ ബന്ധുക്കള് വേറെ. ആ നന്ദിനി മോളെ, ചേച്ചി വേറൊരു കാര്യം മറന്നു. ദേഹണ്ണത്തിന് ആളെ ഏൽപ്പിക്കണ്ടേ? അത് നമ്മുടെ കേശവൻ നായരായാലോ?
എന്നാ പിന്നെ സദ്യ പൊടി പാറും. അമ്മേ 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 നീ അമ്മ എവിടെ? കുഞ്ഞമ്മേ, ക്ലാസ്സിലെ കുട്ടികളൊക്കെ എപ്പോഴും എന്നെ കളിയാക്കും. എന്റെ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ്. നേരാണോ കുഞ്ഞമ്മേ? എന്റെ അമ്മയ്ക്ക് ശരിക്കും ഭ്രാന്താ? അമ്മയെ കാണുമ്പോ എനിക്ക് പേടിയാ. നന്ദിനി, ഗോപേട്ടൻ വിളിച്ചു എന്നെ? ഇല്ല. ഇപ്പൊ വിളിച്ച പോലെ എനിക്ക് തോന്നിയല്ലോ. അതൊക്കെ ചേച്ചിയുടെ തോന്നലാ. വെറുതെ എങ്ങനെ തോന്നാൻ? എനിക്കെന്താ വല്ല വട്ടമുണ്ടോ? എന്റെ മോള് കേട്ടോ അമ്മയെ അച്ഛൻ വിളിച്ചത്? കേക്കില്ല. ഇനി അഥവാ കേട്ടാലും കേട്ട ഭാവം നടിക്കില്ല നിങ്ങളാരും. അതെങ്ങനെയാ? ഗോപേട്ടന്റെ കാര്യത്തിൽ എനിക്കുള്ള ചൂട് നിങ്ങൾക്കുണ്ടാവില്ലല്ലോ. പാവം, കുളിക്കാനുള്ള വെള്ളത്തിനാവും വിളിച്ചത്. എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണ്ടേ? ഗോപേട്ടൻ ഓഫീസിൽ പോകാനുള്ളതാ. നേരം പോണു. ഞാൻ വെള്ളം ചൂടാക്കട്ടെ. കുറെ കാശ് അനാവശ്യമായിട്ട് ഇവിടെ ചെലവാക്കിയപ്പോ എന്റെ മോക്ക് സമാധാനമല്ലോ. എന്താ ഡോക്ടർ പറഞ്ഞേ?